നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിലേക്ക് നെയ്മർ ജൂനിയർ മടങ്ങിയെത്തുമ്പോൾ ചില കണക്കുകൾ sofascore.com പുറത്തുവിട്ടിട്ടുണ്ട്. അത് എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. നെയ്മർ എന്ന താരം എത്രത്തോളം ഡിസിസീവാണ് എന്ന് കാണിക്കുന്നതാണ്. കഴിഞ്ഞ 2 എഡീഷനുകളിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ, കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ കണക്കാണ്. അതിൽ ഗോൾ കോൺട്രിബ്യൂഷനിൽ നെയ്മർ ജൂനിയർ വരുന്നത് 1-ാം സ്ഥാനത്താണ്. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ വരുന്നത് 1-ാം സ്ഥാനത്താണ്. ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നെയ്മർ വരുന്നത് 1-ാം സ്ഥാനത്താണ്. പെനാൽറ്റീസ് ഗോൾ അടിക്കുന്ന കാര്യത്തിൽ നെയ്മർ ജൂനിയർ വരുന്നത് 1-ാമതാണ്. ഗോളുകൾ അടിക്കുന്നതിൽ നെയ്മർ വരുന്നത് 2-ാമതാണ്. ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ നെയ്മർ 2-ാമതാണ്. ഡിസിസീവ് പാസുകളുടെ കാര്യത്തിൽ, അതായത് കീ പാസുകളുടെ കാര്യത്തിൽ നെയ്മർ വരുന്നത് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ കഴിഞ്ഞ 2 കോൺവോൾ ക്വാളിഫയർ എഡീഷൻസ് നോക്കുക, അതിൽ കളിച്ച എല്ലാ താരങ്ങളെയും എടുക്കുക. ഈ കണക്കുകളിലൊക്കെ നെയ്മർ ജൂനിയർ മുൻപന്തിയിൽ നിൽക്കുന്നു. ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നെയ്മറാണ് 1-ാമത്. 21 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് നെയ്മറുടെ വക. ലിയോ മെസ്സി 16 ഗോൾ കോൺട്രിബ്യൂഷൻസുമായി 2-ാമത്. ലൗട്രോ മാർട്ടിനസ് 14 ഗോൾ കോൺട്രിബ്യൂഷൻസായിട്ട് 3-ാമത്. ഇനി അസിസ്റ്റുകളുടെ കാര്യമോ, 1-ാമത് നെയ്മറാണെന്നേ. 11 അസിസ്റ്റുകളാണ് നെയ്മറുടെ പേരിൽ. ജിയോവാനി ലോ ചെൽസോ 7 അസിസ്റ്റുകളുമായി 2-ാമത്. എഫേഴ്സൺ സൊറ്റൽഡോ 7 അസിസ്റ്റുകളുമായിട്ട് 3-ാമത്. ഇപ്പോൾ ഇതിൽ നെയ്മറാണ് ഈ 3 പേരിൽ ഏറ്റവും കുറഞ്ഞ കളിയും കളിച്ചിട്ടുള്ളത്. 14 കളികളിൽ 11 അസിസ്റ്റ്. ജിയോവാനി ലോ ചെൽസോക്ക് 19 കളികളിൽ 7 അസിസ്റ്റ്. എഫേഴ്സൺ സൊറ്റൽഡോക്ക് 21 കളികളിൽ 7 അസിസ്റ്റ്. ഇനി ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കണക്ക് 14 കളികളാണ് നെയ്മർ കളിച്ചതെന്ന് പറഞ്ഞല്ലോ. 12 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 2-ാമതാണ് ഹാമേസ് റോഡ്രിഗസ്. അദ്ദേഹം 22 കളികൾ 11 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 3-ാമത് റോഡ്രിഗോ ഡിബോളാണ്. 28 കളികൾ 11 ബിഗ് ചാൻസുകൾ. ഇനി മറ്റു കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. പെനാൽറ്റിയുടെ കണക്ക്. നെയ്മർ ജൂനിയർ 3 ഗോളുകളാണ് പെനാൽറ്റിയിലൂടെ നേടിയത്. അദ്ദേഹം 1-ാമത്. ആ കാര്യത്തിൽ കാർമെലോ അൽഗ്രാനസ്, അദ്ദേഹം 2 ഗോളുകൾ. ഗുസ്താവോ ഗോമസും 2 ഗോളുകൾ. അവരാണ് പുറകിലുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഗോളടിയുടെ കാര്യത്തിൽ. ഗോൾ അടിച്ചതിൻ്റെ കണക്ക് നെയ്മർ ആ കാര്യത്തിൽ 2-ാമതാണ്. 1-ാമത് ലിയോ മെസ്സി 24 കളികൾ 13 ഗോളുകൾ. നെയ്മർ ജൂനിയർ 14 കളികൾ 10 ഗോളുകൾ. മാർസലോ മൊറേനോ 22 കളികൾ 10 ഗോളുകൾ. സോ അവിടെ നെയ്മർ 2-ാമത് വരുന്നുണ്ട്. ഇനി കീ പാസുകൾ കൊടുത്തതിൻ്റെ കണക്ക് നോക്കുക. അവിടെയും നെയ്മർ ജൂനിയർ മികച്ച പ്രകടനമാണ്. അപ്പോൾ ഡിസിസീവ് പാസുകൾ, അതായത് കീ പാസുകൾ, നെയ്മർ വരുന്നത് 3-ാമതാണ്. ആ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് ഹാമേസ് റോഡ്രിഗസ് ആണ്. 22 കളികൾ 69 കീ പാസുകൾ. 2-ാമത് ലിയോ മെസ്സി 24 കളികൾ 49 കീ പാസുകൾ. 3-ാമത് നെയ്മർ ജൂനിയർ 14 കളികൾ 46 കീ പാസുകൾ. ഇനി ഡ്രിബ്ലിങ്ങിൻ്റെ കണക്ക് കൂടി നമ്മൾ നോക്കുക. ഡ്രിബ്ലിങ്ങിൻ്റെ കണക്കിലും നെയ്മർ ജൂനിയർ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് ലിയോ മെസ്സി 79, എന്നാൽ ലൂയിസ് ഡയസ് 70, നെയ്മർ ജൂനിയർ 69. അതാണ് നെയ്മർ ജൂനിയർ എന്നേ. ഇത്ര കാലം കളിക്കാതിരുന്നിട്ട്, ഇത്ര കളികൾ അദ്ദേഹം മിസ് ചെയ്തിട്ട് അപ്പോഴും നെയ്മർ ജൂനിയർ കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ കണക്കുകൾ എടുത്താൽ തലപ്പത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങിയാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.